إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد أتوا على قرية ആ രാജ്യത്തിലേക്ക് അവർ ചെല്ലുന്നുണ്ടല്ലോ എന്നാണ് അല്ലാഹു പറയുന്നത്. ഒരു രാഷ്ട്രത്തിലേക്ക് അവർ ചെല്ലുന്ന ഏതാണ് രാജ്യം? നബി അലൈഹിസ്സലാം വസിച്ചിരുന്ന രാജ്യമായിരുന്നു. അല്ലത്തി എങ്ങനെയുള്ളതാണ് ആ രാജ്യം? ഉംതിറത്ത് മഴ വർഷിച്ചിരുന്നു. അവിടെ മതറസൗഇ ചീത്തമഴ വർഷിച്ച ഒരു സ്ഥലമായിരുന്നു അത്. നോക്കൂ നിങ്ങൾ, ആ നരകത്തിൽ നിന്നുള്ള സിജ്ജീനിൽ നിന്നുള്ള വലിയ വലിയ അഗ്നിയാലുള്ള ആ കല്ലു മഴ വർഷിച്ച ഒരു രാജ്യമായിരുന്നു അത്. അത്രയും കഠോരമായ അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ഒരു രാജ്യത്തുകൂടി നിരന്തരം നിങ്ങൾ സഞ്ചരിക്കുന്നില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അഫലം യകൂനു യറൗനഹ, അതിനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ കാണുന്നവരാണല്ലോ ആ രാജ്യത്തെ. അല്ലാഹു കീഴ്മേൽ മറിച്ചിടപ്പെട്ട ആ രാജ്യത്തെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. മഴ വർഷിച്ച ആ കല്ല് മഴ വർഷിച്ച ആ രാജ്യത്തെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പക്ഷേ കാണൂ, അവർ ആ മക്കൾക്ക് ലാ യർജൂന, അവർ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. നുശൂരൻ, പുനരുത്ഥാനം ഒരിക്കലും അവർ പ്രതീക്ഷിക്കുന്നില്ല. അവർ പ്രതീക്ഷിക്കാത്തവരാണ്. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തിനു ശേഷം വേറൊരു ലോകമുണ്ട്. ആ ഒരു വിജയത്തിന്റെയും പരാജയത്തിന്റെയും നരകസ്വർഗങ്ങളുടെയും ലോകമുണ്ടെന്നൊരിക്കലും അവർ വിശ്വസിക്കുന്നേയില്ല. അതാണ് അവരുടെ പ്രശ്നമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല കൂടി വിശദീകരിക്കുന്നത്. അതേസമയം അവർക്ക് ശക്തമായ ഒരു താക്കീത് നൽകുകയാണ്. മുമ്പ് നോക്കൂ നിങ്ങൾ ഈ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യത്ത് വലിയൊരു ജനത ഉണ്ടായിരുന്നു. അവർ നിങ്ങളെപ്പോലെയുള്ളവരായിരുന്നു, ധിക്കാരികളായിരുന്നു. അങ്ങനെ ധിക്കരിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ റസൂലിനെയും ആ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ അഹ്ലുകാരെയും അല്ലാഹു സുബ്ഹാനഹു തആല രക്ഷപ്പെടുത്തി. അതേസമയം ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ ഒഴിവാകുന്നു. അവർ അക്രമികളിൽ പെട്ടവരായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അങ്ങനെ വലിയൊരു ആ അഗ്നിയാലുള്ള ഒരു മഴ അവിടെ വർഷിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ നശിപ്പിക്കപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിച്ചു തരികയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.